ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അത്തഘോഷയാത്രയ്ക്ക് നാളെ തുടക്കം. ആഘോഷത്തിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിലെ എല്ലാ ഭാഗത്തും ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, ഓണം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അത്തത്തിന്റെ ഘോഷയാത്ര നാളെ നടക്കുകയാണ്. കേരളത്തൊട്ടാകെ ഓണത്തിന്റെ വരവേൽപ്പ് തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിലെ വിശേഷങ്ങൾ എങ്ങനെയാണ്? രേണുക, അത്തത്തിനായി അല്ലെങ്കിൽ ഓണത്തിനായി കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതിൻ്റെ ആദ്യ പടിയാണ് ഈ ഒരു അത്തം ഘോഷയാത്ര എന്ന് പറയുന്നത്. അത്തം 10-ന് പൊന്നോണം എന്നുള്ളതാണ് നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞ് ശീലിച്ചത്. അപ്പോൾ നാളെ അത്തം ഘോഷയാത്രയാണ്. അതിനായി കൊച്ചി നഗരം ആകെ ഉണർന്നു കഴിഞ്ഞു. അതിൻ്റെ വാണിജ്യങ്ങളും വ്യാപാരങ്ങളും ഒക്കെ എല്ലാവരും ഉണർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്താണ്. ഇപ്പോൾ എൻ്റെ പുറകിലുള്ളത് സ്റ്റാച്യു ജംഗ്ഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. രാജാവ് ശ്രീ രാമവർമ്മ മഹാരാജാവ് കൊച്ചി മഹാരാജാവിൻ്റെ പ്രതിമയ്ക്ക് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ അടക്കം അലങ്കാരങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അലങ്കാര ലൈറ്റുകളെല്ലാം അണിയിച്ചു കഴിഞ്ഞു. ഇനി രാത്രിയോടെ ശോഭയേറിയതാകും ഈ ഒരു മധ്യഭാഗം അല്ലെങ്കിൽ തൃപ്പൂണിത്തറ എന്ന ഈ ഒരു ഭാഗം. പണ്ട് തൊട്ടേ പേര് കേട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള അത്തച്ചമയ ഘോഷയാത്രകൾക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ഒരുക്കങ്ങളും എല്ലാം ഇവിടെ പൂർത്തിയായി. നമ്മൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പോലും ഇവിടെ വലിയ മികച്ച പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. കാരണം ഈ ഒരു അത്തം ഘോഷയാത്രയോടനുബന്ധിച്ച് വലിയ രീതിയിൽ കച്ചവടം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി നമുക്കറിയാൻ സാധിക്കുന്നു. ഇതോടൊപ്പം തന്നെ നിരവധി പ്രദർശനങ്ങളുമൊക്കെ തന്നെ അത്തം ഘോഷയാത്രയുടെ ഭാഗമായിട്ട് നല്ല തിരക്കാണ്. സ്റ്റാച്യു ജംഗ്ഷനിലാകുമ്പോൾ അത്രത്തോളം തിരക്കാണ്. പൊതുവേ തിരക്കേറിയ റോഡാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അത്തം ഘോഷയാത്രയുടെ ഭാഗമായിട്ടുള്ള ചില ഒരുക്കങ്ങളുമൊക്കെ തന്നെ ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെ ലായം കൂത്തമ്പലത്തിൽ അത്തം വിപണന മേള കൂടിയുണ്ട്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ വിപണന മേളയുടെ ദൃശ്യങ്ങളാണ്. ഈ ലായം കൂത്തമ്പലം നേരത്തെ തന്നെ ഈ കൂത്തമ്പലം ഏറെ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൂത്തമ്പലത്തിലാണ് ഇതിനെ സംബന്ധിച്ച് അത്തം വിപണന മേളയുടെ ഒരുക്കങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയതാണ് ഈ ഒരു പ്രദർശന വിപണന മേള. ഇന്നോടുകൂടി ഈ ഒരു വിപണന മേള ഇവിടെ സമാപിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിന് ചുറ്റുമുള്ള വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കടക്കം കൂടി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവരും തിരക്കിലാണ്. പൂക്കൾ വാങ്ങുന്ന തിരക്ക്, ഒപ്പം തന്നെ വസ്ത്രങ്ങൾ വാങ്ങുന്ന തിരക്ക്, ഓണത്തോടനുബന്ധിച്ചുള്ള വലിയ വലിയ തിരക്കുകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് പല വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഒക്കെ തന്നെ നമുക്ക് അങ്ങനെ പോയി ചോദിക്കുമ്പോഴും പ്രതികരണങ്ങൾ അത്തരത്തിൽ തന്നെയാണ്. ഈ ഒരു അത്തം ഘോഷയാത്ര വലിയ രീതിയിൽ അവരെ സ്വാധീനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച്, കൊച്ചിയെ സംബന്ധിച്ച് അത്തം ഘോഷയാത്ര എന്ന് പറയുന്നത് തന്നെയാണ് ആദ്യ ഓണം, അല്ലെങ്കിൽ ഒന്നാം ഓണം എന്ന് പറയുന്നതൊക്കെ അത്തം ഘോഷയാത്ര തന്നെയാണ്. ഈ ഒരു വർഷത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ അത്തം ഘോഷയാത്രയെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകൾ കൂടിയുള്ള അത്തം ഘോഷയാത്ര, ഭിന്നശേഷി സൗഹൃദം പരമാണ് ഈ വർഷത്തെ അത്തം ഘോഷയാത്ര എന്ന് പറയുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോവാം. ചേട്ടാ, അത്തം ഘോഷയാത്രയാണ് നാളെ. എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ടോ? ഉണ്ടാകാറുണ്ട്. അതിന്റെ കൂടെ ഭാഗമാകാറുണ്ട്. അതെ. അതിന്റെ വസ്ത്രങ്ങളൊക്കെ വാങ്ങിയോ? ഇല്ല, വാങ്ങിയിട്ടില്ല. വാങ്ങണം. അതെ, നല്ല തിരക്കല്ലേ? നല്ല തിരക്കുണ്ടാവും. ഇത് എല്ലാ കൊല്ലവും ഈ തിരക്ക് ഉണ്ടോ, അതോ ഈ കൊല്ലം കുറച്ച് കൂടുതലാണോ? ഈ കൊല്ലം കുറച്ച് കൂടുതലായിരിക്കും. കുറച്ച് കൂടുതലാണ്. കൊല്ലം കുറച്ച് തിരക്ക് കൂടുതലാണ്. അത് നമുക്ക് അറിയാനുമുണ്ട്. ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കുമ്പോഴും പ്രതികരണങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അത്തരത്തിൽ തന്നെയാണ്. നാളത്തെ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഓരോ നിമിഷവും ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ചില തിരക്കുകൾ ഒക്കെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ പ്രദർശന വിപണന മേളയും അവിടെ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെയാണ് പ്രധാനമായും ഈ ഒരു അത്തം ഘോഷയാത്ര ഉള്ളത്. രാവിലെ മുതൽ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ 7 മണിയോടുകൂടി തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഘോഷയാത്രയ്ക്കുള്ള ചടങ്ങുകളിലേക്കൊക്കെ കടക്കും. നാളെ 3 മണി വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ഏറ്റവും പ്രധാനമായും വരെ കൊച്ചിയിൽ പല ഭാഗങ്ങളിലും ഗതാഗത നിയന്ത്രണം എന്തായാലും ഉണ്ടാകും എന്നുള്ളതും കൂടിയുണ്ട്. ഇതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിലും ഈ തൃപ്പൂണിത്തറയാണ് ഇതിൻ്റെ ഒരു മധ്യഭാഗം, അല്ലെങ്കിൽ ഈ ഒരു ആഘോഷത്തിൻ്റെയൊക്കെ ഒരു സെൻറ്റർ ഓഫ് പോയിന്റ് എന്ന് പറയുന്നതെങ്കിലും കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണ്.
ഈ ഒരു ആഘോഷത്തെ വരവേൽക്കാനായിട്ടൊരു കൗണ്ട് ഡൗൺ ബോർഡ് തന്നെ നഗരസഭ ഓഫീസിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു ലായം കൂത്തമ്പലത്തിലുള്ള പ്രദർശന വിപണന മേളയും ഒക്കെ തന്നെ അവിടെ തന്നെ വലിയ തരത്തിലുള്ള തുണിത്തര കച്ചവടങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പ്രധാന ആകർഷണമൊക്കെ അത്തം ചമയം നടക്കുന്ന ആ ഒരു ഗ്രൗണ്ടിൽ, ഇതിനോട് ചേർന്ന ആ ഗ്രൗണ്ടിൽ വലിയൊരു എക്സിബിഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫുഡ് കോർട്ടും ഒക്കെ തന്നെ ഇതിനെ സംബന്ധിച്ചൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും നാളെ 9 മണിയോടുകൂടിയാണ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ഈ ഒരു അത്താഘോഷം, ഈ ഒരു അത്തച്ചമയം ഘോഷയാത്ര തുടങ്ങുക. എക്സൈസ് മന്ത്രി MP രാജേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു ഘോഷയാത്ര അങ്ങനെ നീണ്ട് ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര പേട്ടയിൽ ചെന്നാണ് സമാപിക്കുക. വലിയ രീതിയിലുള്ള ഒരു ഘോഷയാത്രയാണ്. എല്ലാ കൊല്ലവും കൊച്ചിക്കാർ ആഘോഷിക്കാറുള്ളതാണ്. ഓണത്തിന് മുൻപേ അല്ലെങ്കിൽ സംസ്ഥാനമൊട്ടാകെ ഈ ഒരു അത്തം ദിനം ആഘോഷം എന്ന് പറയുന്നത് വലിയ വ്യാപകമാണ്. കാരണം അത്തത്തിന് ഇട്ട് തുടങ്ങുന്ന പൂവ് തിരുവോണം വരെ ഇടുക എന്നുള്ള ആ ഒരു ചടങ്ങുണ്ട്. പരമ്പരാഗതമായ ആ ഒരു ചടങ്ങ് എല്ലാ കാലവും മലയാളികൾ പിന്തുടരാറുള്ളതാണ്. അപ്പോൾ നാളെയാണ് ആ ഒരു അത്തം ദിനം വരുന്നത്. അത്തത്തിന്റെ ഭാഗമായി ഓണാഘോഷത്തിന് തുടക്കമിടുന്ന ആ ഘോഷയാത്രയും നാളെയാണ്. കൊച്ചി നഗരം ഒരുങ്ങിക്കഴിഞ്ഞു രേണുക അത്തം ആഘോഷിക്കാനായി. ശരി കാളിദാസൻ, ഓണത്തിന്റെ വരവേൽപ്പിലാണ് കേരളമൊട്ടാകെ. അത്തം എന്ന് പറയുന്നത് തന്നെ കേരളത്തിന്റെ ഒരു തുടക്കമാണ്. ഇനി ഓണം മൂടാണ് കേരളത്തിലൊട്ടാകെ. ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര നാളെ തുടങ്ങും. ആഘോഷത്തിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പൂക്കളും സദ്യയും പുത്തൻ കോടിയും ഇട്ട് കേരളം ഓണത്തെ വരവേൽക്കുകയാണ്. ഇനിയൊരു നീണ്ട ദിവസങ്ങൾ ഓണമായിരിക്കും കേരളത്തിലെ പ്രധാന താരം. വിവരങ്ങൾ പങ്കുവച്ചത് കാളിദാസനാണ്.